ഏട്ടാ പാല്. എന്തിനാ ഇപ്പൊ പാല് കൊണ്ടുവന്നേ? ഏട്ടാ ഞാനൊരു തമാശ പറഞ്ഞതാ അവനെ. നിങ്ങളെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ? എനിക്കും അതെ സാധനെ. ഇത്രയും നാളെ ഞാൻ ചെയ്യാത്ത കൊലകുറ്റം ചുമന്നു മടുത്തതാ. ഇന്നെനിക്ക് ആ ശാപത്തിൽ നിന്നൊരു മോചനം കിട്ടിയല്ലോ. നീ കണ്ടോ, ഇനി മുതൽ ഞാൻ പുതിയ മനുഷ്യനാ. കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നൊക്കെ നീ പറഞ്ഞിരുന്നില്ലേ? ആ ഫോം ഇന്ന് തന്നെ സൈൻ ചെയ്തു തരാം. ഇനി മുതൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതം അങ്ങ് തുടങ്ങിക്കളയണ്ട. താങ്ക്സ് ഏട്ടാ. ഇതായിരുന്നു ഞാനും സ്വപ്നം കണ്ടിരുന്നത്. ഈ മാറ്റത്തിന് വേണ്ടിയാ ഞാനും കാത്തിരുന്നത്. സോറി, നിങ്ങളെന്തോ സംസാരിക്കായിരുന്നു തോന്നുന്നു. ഞാൻ വന്ന് ഡിസ്റ്റർബ് ആയല്ലേ? സീതെ, എനിക്കിപ്പോ എത്ര സന്തോഷമായെന്നറിയോ? ചെറിയച്ചനോടൊന്ന് സംസാരിക്കണമായിരുന്നു. പറഞ്ഞോളെ, എന്താ കാര്യം? ചെറിയച്ച, അന്ന് നെഗറ്റീവ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നില്ലേ, അതൊന്ന് എനിക്ക് തരാവോ പ്ലീസ്? അയ്യോ, അതിനകത്തൊന്നും ഇല്ല മോളെ. ഞാനത് മൊത്തം നോക്കിയതാ. എന്നാലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ചെറിയച്ച. അതൊന്നും തന്നാ ഞാൻ ചെക്ക് ചെയ്യിക്കായിരുന്നു. ആയിക്കോട്ടെ, ഒന്ന് നിൽക്ക്, ഞാൻ ഇപ്പൊ എടുത്തുതരാം. സീതെ, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മേമ, നിങ്ങളെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. സീതേ, ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയ. എന്നാലും നീ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ തരുക. എന്നാ കൊണ്ടേക്കോ. ശരി ചെറിയ. ഗുഡ് നൈറ്റ് മേമ. ഗുഡ് നൈറ്റ് സീതെ. റാമിനോട് കാര്യം പറഞ്ഞേക്ക്. അത് ശരി, ഇന്ന് തന്നെ എല്ലാം നീ പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആവും കേട്ടോ. അല്ല പ്രിയ, അതും ഇല്ല ഇതും ഇല്ല. ചെല്ലാൻ. ഇതെന്തു പറ്റി? മേഡം എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അല്ല, ഇത്രയും ദിവസം ഞാൻ സീത എന്ന് പറഞ്ഞ് നിന്റെ പുറകെയായിരുന്നില്ലേ? ഇന്നിപ്പോ എന്താ സ്പെഷ്യല്? അത് റാം സീതയോട് ചെന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞിട്ട് അവൾ എന്താ അങ്ങനെ തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇന്ന് നിന്റെ ഫ്രണ്ട് എല്ലാം പറഞ്ഞത് തന്നെ. ഇത്രയും കാലം നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? വാഴച്ച് നിന്നല്ലേ ഉള്ളൂ. ഫ്രണ്ടിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ട് അവൻ കേക്കണ്ടേ? പിന്നെന്താ, വേറെന്താ പരിപാടി? റാം, വികൃതി കാണിക്കല്ലേ. ഇതിപ്പോ റെഡിയായിട്ട് നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞാനും എന്റെ മകളും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാ. നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ പോയിട്ട് വാ. അല്ല, നീയും കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു സീത. ഞാൻ റെഡി. സീതമ്മ, ഞാൻ അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാമേ. ശരി മോളെ, ശ്രദ്ധിക്കണേ. ഹേയ് അശോക, നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ? വാ. അശോക് സാറേ, ഞാൻ സുബിന്ന് പുറത്തു പോവാ. നീയും കൂടെ വാ. ഞാനോ? നീ ഇല്ലാതെ ഞാൻ അങ്ങനെ പുറത്തു പോറണ്ടോടാ. വാ വാ സാറേ. ശരി, നടക്ക്. സീത, നീ എന്താ റാമിനോട് കാര്യങ്ങളൊന്നും പറയാത്തെ? സത്യചെറിയച്ചൻ കൊല നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോ വേറെ ആരോ ചെയ്തു എന്നല്ലേ അതിനർത്ഥം? അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കണ്ടേ സീത? അതെ പ്രിയ, പക്ഷേ റാമിന്റെ മുഖം ശ്രദ്ധിച്ചോ? ഒരുപാട് കാലത്തിന് ശേഷം ഇത്ര സന്തോഷത്തോടെ കാണുന്നു. അതില്ലാതാക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ വെച്ച് വിടണമെന്നാണോ? വിടുന്ന പ്രശ്നമില്ല. ചെറിയച്ഛന്റെ കയ്യിൽ നിന്ന് റീൽസ് ഒക്കെ വാങ്ങി അച്ഛൻ അയച്ചിട്ടുണ്ട്. ആ റീൽസ് ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി എൻക്വയറി ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. എന്നിട്ട് പറയാം ഞാൻ റാമിനോട്.
മാഡം ഭാവന സ്റ്റുഡിയോയിൽ നിന്ന്. ഹാ താങ്ക് യു. ആ പറഞ്ഞോളൂ അച്ഛാ. സീത, നീ അയച്ച ഫിലിംസിലെ നെഗറ്റീവ്സിലെ ചിലതൊക്കെ എടുക്കാൻ പറ്റുള്ളൂന്ന് എനിക്ക് പരിചയമുള്ള സ്റ്റുഡിയോയിലെ ഒരു ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിരുന്നു. അവർ നോക്കിയിട്ട് എന്തോ ചെയ്ത് അയച്ചിട്ടുണ്ട്. നോക്ക്, നിനക്കത് ഉപകാരപ്പെടുമെന്ന്. പാഴ്സൽ ഇപ്പൊ വന്നതേ ഉള്ളൂ അച്ഛാ, നോക്കട്ടെ. ശരി. ഫോട്ടോയൊന്നും ശരിക്കും അങ്ങ് ക്ലിയർ ആയിട്ടില്ല അല്ലേടി? പഴയ നെഗറ്റീവ്സ് അല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ ആയത്. പ്രിയ, ഇത് നോക്കിയേ. സീത, കണ്ടിട്ടൊരു പെണ്ണിനെ പോലെ ഉണ്ടല്ലോ. ഭാർഗവി മേമിയോട് ചോദിച്ചാലോ? വേണ്ട വേണ്ട, ആദ്യം സത്യചെറീച്ചനോട് ചോദിക്കാം. ശരി, വാ. ചക്കരെ, സീതമ്മയ്ക്ക് ഈ സാരി ഓക്കെ ആണോ? ഇതോ? ഇത് രസം ഉണ്ടാവില്ല അച്ഛാ. ഇത് കൊള്ളാമായിരിക്കും, നോക്ക്. ഓക്കേ. അച്ഛാ, സീതമ്മയ്ക്ക് കൊടുക്കാൻ ഇതെല്ലാം കൊണ്ടുപോകുന്ന എന്തിനാ? അവരുടെ ജന്മദിനാണോ? ബർത്ത്ഡേക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നൊന്നുമില്ല. സീതമ്മ ഇപ്പൊ പഴയതുപോലെ ആയില്ലേ, അതിന്റെ ഒരു സന്തോഷം ഇത്. മോളെ, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ വാങ്ങിക്കോ. സീതമ്മയ്ക്ക് ഇതൊക്കെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. എനിക്കെന്താ സർപ്രൈസ് ഒന്നും ഇല്ലേ? നിനക്ക് സർപ്രൈസ് വേണോ? പിന്നെ എന്നാൽ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിനക്കൊരു കുഞ്ഞു സർപ്രൈസ് തരാം. ഓക്കെ അല്ലേ? ഓക്കേ. എടാ, എന്തു പറ്റി? ആകാശം ഒഴിഞ്ഞ് താഴെ വീണ പോലെയാണല്ലോ നിന്റെ പെരുമാറ്റം. റാമിനോട് ഇപ്പോ സിഹിയുടെ മരണത്തിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറയണോ? എടാ, കാര്യം എന്താന്ന് പറ. എടാ, അത് അശോകെ, ഓഫീസിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പൊ അത് കേൾക്കാനുള്ള മൂഡിലേ അല്ല. അശോകങ്കൾ, നിങ്ങൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? നിങ്ങൾ വന്നേ, ഒന്നിങ്ങ് വാങ്കൾ. സുബി, നീ അച്ഛനും കൂടി ഷോപ്പിംഗ് ചെയ്യേ, ഞാൻ വന്നോളാം. നീ ചെല്ലടാ. വാ. സീത ക്യാമറയിലെ റീൽസ് ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ആർക്കോ കൊടുത്തിരുന്നുവെന്ന് പ്രിയ പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം എന്തായോ എന്തോ, ചോദിച്ചു നോക്കട്ടെ. മോളെ, എന്തായി? എന്താ രണ്ടുപേരും കൂടെ ഇവിടെ? പ്രത്യേകിച്ച് എന്തെങ്കിലും? ചെറിയച്ച, നിങ്ങൾ തന്നെ നെഗറ്റീവ്സ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ ആരോ ഒരാൾ ഫോട്ടോയിലുണ്ട്. ആരാണെന്ന് നോക്കിയിട്ട് പറയാവോ? ഇത് ഭാർഗവിയാ മോളെ. ഭാർഗവി മേമയോ? അപ്പൊ അവര് അങ്ങോട്ട് വന്നിരുന്നോ? അതെ, ഞാൻ മലയുടെ മുകളിലേക്ക് വെള്ളം കൊണ്ട് പോകുമ്പോ ചേട്ടനും ചേച്ചി ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടു. ഞാൻ മല കയറി അവിടെ എത്തിയപ്പോ ഭാർഗവി അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ട ഉടനെ ചേട്ടനെയും ചേച്ചി എന്തിനാണ് പാവി കൊന്നെന്നും പറഞ്ഞ് എന്നോട് ബഹളം വയ്ക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ ഇത് വിശ്വസിക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ
ദൈവത്തെ പോലെ കരുതിയിരുന്ന എന്റെ ചേട്ടനെയും ചേച്ചിയും കൊന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ വെച്ച് കെട്ടിയത്. ഇത്രയും കാലം അവളെ കൊന്നതെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാനൊന്നും മിണ്ടാതിരുന്നേ. ഇനി എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ചെറിയച്ച, ഒരു മിനിറ്റ്. അവർക്ക് കൊല്ലേണ്ട ആവശ്യം എന്താ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇതാണ് സത്യം സീതേ. ഇത്രയും കാലം എന്റെ അടുത്തൊരു തെളിവ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് തെളിവുണ്ട്. ഇത് ഭാർഗവിയാ. സർ, ഒരുപക്ഷെ ഭാർഗവി മേമയാണ് ഈ കൊലയൊക്കെ ചെയ്തതെങ്കിൽ ഇപ്പൊ തിരക്ക് കാണിക്കണ്ട. ഈ കാര്യം വീട്ടുകാരോടൊക്കെ പോയി പറയാൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ആകെയുള്ളത് ഈ ഫോട്ടോ മാത്രം. ഇതിലാണെങ്കിൽ ഭാർഗവി മേമയുടെ മുഖം ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഭാർഗവി മേമ അവരുടെ തെറ്റ് അംഗീകരിക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യണം. അതിന് റാമിന്റെ ഹെൽപ്പ് വേണം. അതെ, അമ്മയാണിത് ചെയ്തതെങ്കിൽ ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റൂ. നമുക്ക് ആദ്യം ഇതെല്ലാം റാമിന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്രയും കാലം എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിച്ച് നല്ലവളാണെന്ന പേരുണ്ടാക്കിയിരിക്കുക അവള്. അവളാ കൊന്നതെന്ന് പറഞ്ഞാ റാം അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കൂല. പക്ഷേ നമുക്കിപ്പൊ കിട്ടിയ അവസരം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ചെറിയച്ച, ഞാൻ റാമിനോടൊന്ന് സംസാരിക്കട്ടെ. അത്രയും നേരം പ്ലീസ് നിങ്ങളൊന്നും ചെയ്യാതിരിക്കെ. ശരി മോളെ. ഇനിയെങ്കിലും അവളെ എല്ലാരും തിരിച്ചറിയുമല്ലോ. എനിക്ക് ആ ഒരു സമാധാനമുള്ളൂ. ഇതാ, ഞാൻ വരാം. ശരി, കണ്ണടയ്ക്ക്. നിനക്കൊരു സർപ്രൈസ് വേണമെന്ന് നീ പറഞ്ഞില്ലേ? അപ്പൊ കണ്ണടയ്ക്ക്. താങ്ക് യു അച്ഛാ. കഴിക്കേ. ആ കാണിച്ചേ. കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ട് അച്ഛാ. താ, ഞാൻ തന്നെ കഴിച്ചോളാം. ഇന്ന് നിനക്ക് ഈ അച്ഛൻ തന്നെ തരാം. അച്ഛാ, ഞാനിപ്പോ വലിയ കുട്ടിയായിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ കഴിച്ചോളാം. താ. നീ എത്ര വലിയ കുട്ടിയായാലും എന്റെ ബേബിയെ ഞാൻ തന്നെ കഴിപ്പിക്കും. ആ കാണിച്ചേ. ഏയ്, നീ എന്തെങ്കിലും ഓഫായി നിൽക്കുന്ന? എന്ത് പറ്റിയ അശോക? ഒന്നുമില്ല രാമ, ക്യാരി ഓൺ. ഇറ്റ്സ് കൺഫേംഡ്. വാണി ആന്റി ഇന്ദ്രൻ അങ്കിളിനെയും കൊന്നത് ഭാർഗവി മേമയാണ്. നിങ്ങൾ റാമിനെ പ്രിപ്പയർ ചെയ്തോ? ഇന്ന് റാമെല്ലാ സത്യങ്ങളും അറിയുമല്ലോ. ഇവന്റെ മേമയാണ് ഇവന്റെ ശത്രു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ സഹിക്കും? മോളെ, ഒരു മിനിറ്റ് നീ ഇത് കഴിച്ചേ, ഞാനിപ്പോ വരാം. എടാ, എന്താ അശോക നിന്റെ പ്രശ്നം? മോളെ, ഈ അശോകങ്ങളിനെ കൊണ്ടുവരാനേ പാടില്ലായിരുന്നു. കണ്ടില്ലേ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. എടാ, എന്താണ് നീ ആലോചിക്കുന്നത്? അതെന്താന്ന് എന്നോട് കൂടെ പറ. ഒന്നുമില്ല. ആരെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചാ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു. നിന്നോടിപ്പോ ആരാടാ വിശ്വാസവഞ്ചന കാണിച്ചേ? എന്നോടല്ലടാ രാമ. ആരെങ്കിലും ആരോടെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചാൽ തളരാൻ പാടില്ല. ധൈര്യത്തോടെ അവരെ ഫേസ് ചെയ്യണം. അവരെ പാഠം പഠിപ്പിക്കണം. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഒന്നും പറയാൻ പറ്റില്ലല്ലോ രാമ. നമ്മൾ ഓരോരുത്തരെ വിശ്വസിക്കും, പക്ഷെ അടുത്ത നിമിഷം എല്ലാം കള്ളമായി മാറും. എടാ, വീണ്ടും മേമെ പറ്റി എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് വേണ്ട കേട്ടോ. എടാ, നീ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഒരു കാര്യം, എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും നീ ബ്രേക്ക് ഡൗൺ ആകരുത് കേട്ടോ. എടാ, എന്തൊക്കെയാടാ നീ പറയുന്നത്? എന്താണെങ്കിലും ഒന്ന് വിശദമായിട്ട് പറ. വെറുതെ എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. സീത. ആ സീത. റാം, നിങ്ങൾ എവിടെയാ? ഇവിടെ സുബിയുടെ കൂടെ ഉണ്ടല്ലോ. റാം, നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാനിവിടെ ഓക്കെയാണ്.
നിങ്ങൾക്ക് പ്ലീസ് പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? അല്ല സീത, അത് കാര്യം എന്താന്ന്. ഹലോ ഹലോ മോളെ, വേഗം ഐസ്ക്രീം കഴിച്ച് സീതമ്മ വേഗം ചെല്ലാൻ പറഞ്ഞിരിക്കുക. സീത എന്ത് പറഞ്ഞു? അവളൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല. അർജന്റായിട്ട് വീട്ടിലോട്ട് ഇപ്പൊ തന്നെ വരണം, എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന്. എന്താ കാര്യം ചോദിച്ചപ്പോഴത്തേക്കിനും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞൂടാ. ആണോ? അവിടെ സീതയാണെങ്കിൽ അങ്ങനെ, ഇവിടെ നീ ആണെങ്കിൽ ഇങ്ങനെ. എല്ലാരും എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫോൺ ചെയ്തിട്ട് ഫോൺ ആണെങ്കിൽ റിങ് ചെയ്യുന്ന പോലും ഇല്ല. സാരമില്ല, എന്തായാലും വീട്ടിലേക്കല്ലേ പോകുന്നത്, അപ്പൊ അറിയാലോ. നീ പോയി കാറിലിരിക്കുക, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. വാ സുബി, വേഗം വാ. ആ മേമ, ഇത്രയും ദിവസം സുഖമായിരുന്നില്ലേ? കള്ളത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് അഹങ്കരിച്ചില്ലേ? ഇപ്പൊ കണ്ടോ, റാമിന്റെ മുമ്പിൽ നിങ്ങളുടെ മുഖംമൂടി അടിഞ്ഞു വീഴാൻ സമയമായി. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾ വരുന്നുണ്ട് മേമ, വരുന്നുണ്ട്. അമ്മേ, ഫോൺ എന്തിനാ വാങ്ങിയത്? റാം ലൈനിലുണ്ട്, ഇങ്ങ് തന്നെ. ഡോണ്ട് വറി സീത, കോള് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ സീത, എന്തു പറ്റി? എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ? അപ്പുവിനോട് എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടല്ലോ. എന്താ കാര്യം? ആദ്യം എന്റെ ഫോണിങ് തന്നെ. കാര്യങ്ങളൊക്കെ ആരോടാണോ പറയേണ്ടത് ഞാൻ അവരോട് പറഞ്ഞോളാം. ഓ, എന്റെ അടുത്ത് പറയാൻ പോലും പറ്റാത്ത അത്ര സീക്രട്ടാണോ? വിശ്വാസവഞ്ചന കാണിക്കുന്നവരോട് ഒരു കാര്യവും പറയാനാവില്ല. വിശ്വാസവഞ്ചനയോ? എന്തു പറ്റി സീത? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ എന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നേ? കൊലയാളികളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. എന്താ സീതേ, നിന്റെ സംസാര രീതിയിലൊരു മാറ്റം? ആരുടെ അടുത്ത് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? എനിക്കറിയില്ലെന്നോ? അത് ഞാൻ മനസ്സിലാക്കി തരാം. ഇതൊക്കെ നോക്ക്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കൊലയാളിയാണ് നിങ്ങള്. റാമിന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് കാരണം നിങ്ങളാണെന്ന് എനിക്കിപ്പോ അറിയാം. നീയത് അറിഞ്ഞല്ലേ? അപ്പൊ നീയത് അറിഞ്ഞു. ഈ സീക്രറ്റ് ഒരിക്കലും റിവീൽ ആവരുതെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷേ പാമ്പിന്റെ വാലി പിടിച്ചിട്ട് അതിജീവിക്കാന്ന് വിചാരിച്ച് നിൽക്കുവാണല്ലേ. ബട്ട് കുറച്ച് ശ്രദ്ധ വേണം സീത. നീ പിടിച്ചിരിക്കുന്നത് മൂർഖന്റെ വാലില. പൂ പോലെ നിന്ന് നിങ്ങള് വിഷം തുപ്പുന്ന ഒരു പാമ്പാണെന്ന് അവസാനം ഞാൻ മനസ്സിലാക്കി. ഇത്രയും വർഷം നിങ്ങൾ ഈ വീട്ടുകാരെ മുഴുവൻ വഞ്ചിച്ചു. പക്ഷെ ഇനി നിങ്ങൾക്കതിന് കഴിയില്ലമ്മേ. നിങ്ങളുടെ മുഖം മൂടി വിത്ത് പ്രൂഫ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അഴിക്കും. റാമിനോട് നിങ്ങൾ കാണിച്ച അനീതി എന്താണെന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. എന്തിനാ ചിരിക്കുന്നേ? നീ പോയി റാമിനോട് പറയൂ അത്രേ, അവൻ വന്ന് എന്നെ ചോദ്യം ചെയ്യൂ അത്രേ. നീ പോയി സത്യം പറയുന്നത് വരെ ഞാൻ കാത്തു നിൽക്കൂന്നാണ് വിചാരിച്ചത്. സീത, സീത, എവിടെ പോയി? സീത, സീത, സീത. എന്താ മോളെ? സീത എവിടെയും കാണുന്നില്ല. ഞാൻ വീട് മുഴുവൻ നോക്കി,
അവളെവിടെയും കാണുന്നില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. അയ്യോ, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ കാണുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്കും അത് മനസ്സിലാവുന്നില്ല.